ഇന്നത്തെ ഈ യാത്ര എങ്ങോട്ടാണെന്നറിയോ? അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. എന്താണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്നറിയോ? സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള ഒരു ക്ഷേത്രമാണ്. വെള്ളത്തിലൂടെ നടന്നു വേണം ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ. നല്ല രസമായിരിക്കില്ലേ? ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് അടുത്താണ്. റീൽസിലൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനൊരു കാഴ്ച ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ വഴി പോയപ്പോൾ അവിടെ കയറാമെന്ന് വെച്ചു. വൈകിട്ട് ഒരു 6 മണി ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. ദൂരെ നിന്ന് തന്നെ ക്ഷേത്രവും അതിനു മുന്നിൽ പരന്നൊഴുകുന്ന വെള്ളവും കാണാമായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ എത്തി ആഴവും തെന്നലും ഒക്കെ ഉണ്ടോ എന്നിങ്ങനെ മാറി നിന്ന് നിരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കുറേ കുട്ടികൾ നീന്തി തുടിക്കുന്നു, ഓടി നടക്കുന്നു. ആ വെള്ളത്തിലൂടെ ഒരു പേടിയില്ലാതെ കളിച്ചുല്ലസിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പതിയെ ഞങ്ങളും വെള്ളത്തിലേക്ക് ഇറങ്ങി. നല്ല തണുത്ത വെള്ളം, അതിങ്ങനെ കാലിൽ സ്പർശിച്ചപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. വെള്ളച്ചാട്ടം മുന്നിൽ നിന്ന് കാണാനായി വെള്ളത്തിലൂടെ ഞങ്ങൾ ആ സൈഡിലേക്ക് ചെന്നു. മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു വെള്ളച്ചാട്ടം. അതിൻ്റെ കളകള ശബ്ദത്തോടെ ക്ഷേത്ര ദർശനം നടത്താൻ ഒരു രസമാണ്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പിടിച്ചു നടക്കാനായിട്ട് ഒരു കൈവരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളത്തിലൂടെ നടന്നു വേണം ക്ഷേത്രത്തിനകത്ത് കയറാൻ. അതും ഒരു പ്രത്യേക അനുഭൂതിയാണ്. ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണെങ്കിലും മറ്റു ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പതിയെ ഇരുട്ട് വീണു തുടങ്ങി. പിന്നെ ലൈറ്റുകളെല്ലാം ഓണായി. ആ നേരത്ത് മൊത്തത്തിൽ വേറൊരു ചന്തമായിരുന്നു കാണാൻ. വരുന്നവരൊക്കെ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും പകർത്തുന്നുണ്ടായിരുന്നു. ദീപം തെളിയിക്കാൻ ഒരു വിളക്കും കയറി ചെല്ലുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ആ ദീപം കൂടി തെളിക്കുകയായിരുന്നെങ്കിൽ വേറൊരു ഭംഗി കൂടി കിട്ടിയേനെ എന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു വിശേഷ ദിവസങ്ങളിലാണ് ഈ ദീപം തെളിയിക്കുന്നതെന്ന്. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം അതിൻ്റെ ഭംഗി ആസ്വദിച്ച് മനസ്സ് നിറഞ്ഞ് തിരിച്ചു നടന്നു. ഈ വഴി പോകുന്നവർ ഇവിടെ കയറി നോക്കുക. കൂടുതൽ വിശേഷങ്ങളും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.